തന്നെയാണ് സജീഷ്. എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും മാറ്റമുണ്ട്. സമചിത്തതയോടെ ഉത്തരം പറയുന്നു, ചോദ്യങ്ങൾക്കൊന്നും പ്രകോപിതനാകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു മാറ്റങ്ങൾ എന്ന് വേണമോ വിലയിരുത്താൻ? വിനിത, ഈ വാർത്താ സമ്മേളനത്തിന്റെ ആകത്തുക പരിശോധിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വിഭിന്നമായ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഏറ്റവും പ്രധാനമായി CPM വിലയിരുത്തിയത് CPM-നെ സംബന്ധിച്ചുണ്ടായ തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടുണ്ട്. അത് CPM-ന്റെ കയ്യാൽ തന്നെ ഉണ്ടായതാണെന്ന സ്വയം വിമർശനം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത്. പക്ഷേ അത്തരം സ്വയം വിമർശനങ്ങൾ ഉള്ളപ്പോഴെല്ലാം തന്നെ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉള്ളപ്പോഴെല്ലാം തന്നെ വാർത്താ സമ്മേളനങ്ങളൊന്നും തന്നെ അത് തുറന്നു പറയുന്ന ഒരു പതിവ് CPM നേതൃത്വത്തിനുണ്ടായിരുന്നില്ല. അത് പകരം 4-5 പ്രസ് റിലീസ് മാത്രമായിട്ട് അത് ചുരുക്കുകയും, അല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയുമാണ് സാധാരണ രീതിയിൽ CPM നേതൃത്വം ചെയ്യുക. പക്ഷേ ഇത്തവണത്തെ ഈ വാർത്താ സമ്മേളനം അതിന് അടിമുടി മാറ്റുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ എന്തൊക്കെ വിമർശനം ഉണ്ടായോ അത് ഏറെക്കുറെ അതേപോലെ തന്നെ പറഞ്ഞു വെക്കുകയാണ് M.V. ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ അനുസരിച്ചാൽ കാണാം ഈ രീതിയിലുള്ള എല്ലാ വിമർശനങ്ങളും അവിടെ ഉണ്ടായി. ഞങ്ങളത് ഉൾക്കൊള്ളുന്നു, സ്വയം വിമർശനം ഉൾക്കൊള്ളുന്നു. ഏറ്റവും പ്രധാനമായിട്ട് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ, മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം തന്നെ അത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നത്, അതിൽ തെറ്റില്ല എന്ന് വ്യാഖ്യാനിച്ച പിണറായി വിജയനും M.V. ഗോവിന്ദനുമാണ് ഇപ്പോൾ മാറിയ ഭാഷയിൽ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതായത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. സജീഷ്, ശരി, നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കണം.